ഇന്ന് നമുക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ചിന്തിക്കാം. എന്താണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ? ദി ലോ ഓഫ് അട്രാക്ഷൻ ഈസ് എ ബിലീഫ് സിസ്റ്റം സജസ്റ്റിംഗ് ദാറ്റ് ഫോക്കസിംഗ് ഓൺ പോസിറ്റീവ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ബ്രിങ്സ് പോസിറ്റീവ് റിസൾട്ട്സ്. അത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം നമുക്ക് എന്ത് ധനാത്മകമായോ നിഷേധാത്മകമായ കാര്യങ്ങളാണോ നേടിയെടുക്കേണ്ടത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. വൈൽ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ലീഡ് ടു നെഗറ്റീവ് ഔട്ട്കംസ്. ഇതേസമയം നമ്മൾ നിശ്ചിതാത്മകമായ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നിശ്ചിതാത്മകമായ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇൻ എസൻസ് ഇറ്റ് ഈസ് ദി ഐഡിയ ദാറ്റ് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് ആൻഡ് യു വിൽ അട്രാക്ട് ഇൻ ടു യുവർ ലൈഫ് വാട്ട് യു ഫോക്കസ് ഓൺ. അത് ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ ആകർഷിക്കപ്പെടുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മൾ എന്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ആകർഷിച്ചെടുക്കുവാനിടയായിത്തീരും. ഇപ്പോൾ ലൈക്സ് അട്രാക്ട്സ് ലൈക്സ് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങളെയാണ് യൂണിവേഴ്സ് നമ്മുടെ ഇഷ്ടങ്ങളായി നമുക്ക് തരുന്നത്. ഹിയർ ഈസ് എ മോർ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. അല്പം വിശദമായി ചിന്തിക്കാം. ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. നമുക്ക് എന്താണോ ആവശ്യം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. The law of attraction emphasizes the importance of consciously directing your thoughts and energy forward your desired outcomes. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഊർജത്തെയും നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നതാണ്, അതിലെത്തിച്ചേർക്കുന്നതാണ്. When you focus on what you want, you are more likely to attract opportunities and experiences that align with your goals. നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ അതിനുള്ള അവസരങ്ങളെ ആകർഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരം അനുഭവങ്ങളിലേക്ക് നിങ്ങൾ നടത്തപ്പെടും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അതിലേക്ക് ആകർഷിക്കുവാനിടയായിരിക്കും. Number 2, the positive thoughts and actions. By cultivating a positive mindset and taking actions aligned with your goals. അപ്പോൾ നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മനസ്സിനെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന പ്രവൃത്തികൾ നമ്മുടെ ലക്ഷ്യവുമായി ബന്ധത്തിലായിത്തീരുന്നു. You are believed to be liked to manifest positive results. നിങ്ങൾ ഉറപ്പായും വിശ്വസിക്കണം, നിങ്ങൾക്ക് അത് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ നിങ്ങൾ ആയിത്തീരുക. This includes things like expressing gratitude. അങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദിയുള്ള ഒരു ഹൃദയത്തോടു കൂടി ആയിരിക്കുക. യൂണിവേഴ്സിനും ദൈവത്തിനും നന്ദി പ്രകാശിപ്പിക്കുക. Number 3, energy and vibration. The belief is that your thoughts and emotions are form of energy with specific frequencies. അതായത് നമ്മുടെ വിശ്വാസവും ചിന്തകളും പ്രവൃത്തികളും നമ്മുടെ ഒരു പ്രത്യേകമായ ഒരു ഫ്രീക്വൻസിയിൽ ഒരളവിൽ നമ്മുടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. When you emit positive energy, you are more likely to attract positive experience to your life. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് എനർജി നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യം വെച്ച ഗോൾസിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവങ്ങളിലൂടെ ആകർഷിച്ചെടുക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് നോട്ട്
The law of attraction is not a scientific law but rather a philosophy and a belief system. ഇത് പൂർണ്ണമായിട്ടും ഇതൊരു ശാസ്ത്രീയമാണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ കോർ ബിലീഫ് സിസ്റ്റവുമായി അല്ലെങ്കിൽ തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് വിഷ്വൽ തിങ്കിങ് ബട്ട് അബൌട്ട് ആക്റ്റീവ്ലി അലൈനിങ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ് വിത്ത് യുവർ ഡിസൈർഡ് റിസൾട്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ എന്നിവയുമായി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ആകർഷണ തത്വശാസ്ത്രമാണ്. While it can be a powerful tool for positive self-image and manifesting desired outcomes, it is not a guaranteed path to success. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ സെൽഫ് ഇമാജിന് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഫോക്കസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഒരു ഔട്ട്കമാണ്. എന്നാൽ ഇതിന് 100% ഉറപ്പൊന്നും പറയാൻ കഴിയില്ലായിരിക്കാം. എന്നാൽ വിശ്വാസത്തിന് ഇതിൽ വലിയൊരു പങ്കുണ്ട്. അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് പല കാര്യങ്ങളും ആകർഷിച്ചെടുക്കാമെന്ന് പലരും അനുഭവങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാം. താങ്ക് യു.